ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ മൂന്നാർ ഡേ. ആക്ച്വലി വ്ളോഗ് എന്ന് പറയാൻ പറ്റില്ല, ഒരു 1 ഡേ ട്രിപ്പായിരുന്നു അത്. നമ്മൾ ആക്ച്വലി മൂന്നാറിലേക്ക് ട്രിപ്പ് പോയതല്ല, ഞങ്ങളൊരു ബിസിനസ് ട്രിപ്പിലായിരുന്നു. അപ്പം ആ വഴിക്ക് എങ്ങനെ ഇടുക്കിയിലും പോകേണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എന്തായാലും ഓൾറെഡി പ്ലാൻ ചെയ്തായിരുന്നു ഇടുക്കിയിൽ പോകുന്ന വഴിക്ക് ഒരു ദിവസം മൂന്നാർ സ്റ്റേ ചെയ്യാമെന്ന്. അപ്പം നമ്മൾ അവിടെ എത്തിയപ്പോൾ നൈറ്റായി. ഇതായിരുന്നു നമ്മളെടുത്ത ഹോം സ്റ്റേ കുഴപ്പമുണ്ടായില്ല, നല്ല രസമുണ്ടായി അവിടെ. പിന്നെ വിചാരിച്ചത്ര തണുപ്പൊന്നും ഉണ്ടായില്ല. ന്യൂസിലും കാര്യങ്ങളൊക്കെ ഭയങ്കര തണുപ്പായിരുന്നു എന്നൊക്കെ പറയണ്ടേ, പക്ഷെ അത്ര തണുപ്പും കാര്യങ്ങളൊന്നും അവിടെ ഉണ്ടായില്ല. പിന്നെ ഈ ഹോം സ്റ്റേൻ്റെ അവിടെ കണ്ടു ഈ ഫ്ലവർ, ഇത് കണ്ടപ്പോൾ ഞാൻ ഷോക്കായി. കാരണം ഇതൊക്കെ നമ്മളവിടെ ഷോപ്പിൽ വാങ്ങുന്നല്ലേ. അതുകൊണ്ട് ഞാൻ ആക്ച്വലി ആരും കാണാതെ കുറച്ച് ഫ്ലവറും പറിച്ചെടുത്തു. നമ്മളത് കഴിഞ്ഞ് അപ്പം തന്നെ അവിടെ നിന്ന് ഇറങ്ങി. കാരണം എന്താ വെച്ചാൽ സമയം 10 മണിയായിരുന്നു. നമ്മൾ എണീക്കാനൊക്കെ ലേറ്റായി. പിന്നെ ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഞങ്ങൾക്ക് രണ്ടുപേർക്കും വിശക്കുന്നുണ്ടായിരുന്നു. തലേദിവസം രാത്രി കഴിച്ച ഫുഡ് ഭയങ്കര സൂപ്പറായിരുന്നു കേട്ടോ. മൂന്നാർ ഇത്ര നല്ല ഫുഡ് കിട്ടുമെന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല. പിന്നെ രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമല്ലോ, അങ്ങനെ ഞങ്ങൾ കുറേ കഴിഞ്ഞിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കിട്ടിയില്ല. അപ്പോൾ പോണ വഴിക്ക് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇത് കണ്ടിട്ടില്ല, ഒരു എലിഫൻറ്റിൻ്റെ പാർക്ക്. അപ്പോൾ ഞങ്ങളത് കണ്ടപ്പോൾ തന്നെ അവിടെ കയറി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു തൃശ്ശൂർക്കാരനെ കല്യാണം കഴിച്ചുകൊണ്ട് ആളുടെ ഒരു ആനപ്രാന്തം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളവിടെ കയറി കഴിഞ്ഞപ്പോഴാണ് ഭയങ്കര ഷോക്കായത്. ആദ്യം ഞങ്ങൾ വിചാരിച്ച് 1-2 ആന ഉണ്ടാവുള്ളൂ. അപ്പോൾ നോക്കിയപ്പം അവിടെ 6-7 ആനകളുണ്ടായി. കുറേ ആൾക്കാരുണ്ടായി, ഭയങ്കര റഷായിരുന്നു. പാർക്ക് ചെയ്യാനൊക്കെ കുറേ ബുദ്ധിമുട്ടി. അപ്പോൾ സംഭവം എന്താ വെച്ചാൽ ഒരാൾക്ക് 800 റുപ്പീസ് കൊടുത്തിട്ട് ഈ ആനപ്പുറത്ത് ഇങ്ങനെ കയറിയിട്ട് ഇത് അവിടെ തന്നെ ജസ്റ്റ് ഒന്ന് കുറച്ച് ചുറ്റി വളഞ്ഞിട്ട് തിരിച്ചു വരും. പിന്നെ വേണമെങ്കിൽ ഫ്രൂട്ട്സും നമ്മൾ എക്സ്ട്രാ അവിടെ തന്നെ പൈസ കൊടുത്ത് വാങ്ങിക്കണം. അത് നമുക്ക് ആനയ്ക്ക് ഇങ്ങനെ ആ പോകുന്ന വഴിക്ക് ഫീഡ് ചെയ്യാൻ പറ്റും. പക്ഷേ ഞാൻ അതിൽ കയറിയില്ല, കാരണം എനിക്ക് പേടിയായതുകൊണ്ട്. ആൾ കുറേ പറഞ്ഞ് കയറുന്നു, പക്ഷേ ഞാൻ കയറിയൊന്നുമില്ല. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് നേരം ഇതൊക്കെ കണ്ട് പിന്നെ അവിടെ നിന്നിട്ട് വലിയ കാര്യമൊന്നും ഉണ്ടായില്ല തോന്നി. അതുകൊണ്ട് നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് പോന്നു. അത് കഴിഞ്ഞിട്ട് ഇതാ നമ്മൾ ഈ ഡാമിൻ്റെ അവിടേക്ക് കേട്ടോ പോയത്. ഈ ഡാമിൻ്റെ അവിടെയും വേറെ കോമ്പുണ്ട്. അതായത് ഈ ബോട്ടിംഗ് കണ്ടില്ലേ, ഈ ബോട്ടിംഗ് ഉണ്ടായി അവിടെ. അപ്പം എനിക്ക് വെള്ളവും ഹൈറ്റും ഒക്കെ പേടിയായതുകൊണ്ട് ബോട്ടിങ്ങിലും പോകാമെന്ന് പറഞ്ഞു. അതിന് ഞാൻ സമ്മതിച്ചില്ല. വെറുതെ അവിടെ നിന്ന് കുറച്ച് നേരം തിരിഞ്ഞ് കളിച്ച് 1-2 ഫോട്ടോസും എടുത്തു. പിന്നെ അവിടെ പർച്ചേസ് ചെയ്യാൻ കുറേ ഉണ്ടായിട്ടോ. അത് ഞാൻ 1-2 സാധനങ്ങൾ വാങ്ങിച്ചു, വലുതായിട്ടൊന്നും വാങ്ങിച്ചില്ല. പിന്നെ അതായത് ഞങ്ങളുടെ ഫേവറേറ്റ് ആയിരുന്നു. അപ്പം മാംഗോയും പൈനാപ്പിൾ അത് വാങ്ങിച്ചു. പിന്നെ വരുന്ന വഴിക്ക് ക്യാരറ്റ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര കൊതിയായി. അപ്പോൾ ഞങ്ങളൊരു ക്യാരറ്റും ഒരു ബണ്ടിൽ വാങ്ങിച്ചല്ലോ, കാരണം ഇവിടെ എത്തുമ്പോഴത്തേക്ക് അത് ഭയങ്കരമായിട്ട് വാടിപ്പോയില്ല. അപ്പോൾ അതും വാങ്ങിച്ചു. അത് കഴിഞ്ഞ് പിന്നെ നമ്മളിങ്ങനെ വരുമായിരുന്നു. അപ്പോൾ വരുന്ന വഴിക്ക് നമ്മൾക്ക് ഒട്ടും പ്ലാൻ ഉണ്ടായില്ല അവിടെ പോകാനായിട്ട്. വരുന്ന വഴിക്ക് നമ്മൾ കണ്ട പ്ലേസാണ് ആനയിറങ്ങൽ ഡാം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ എന്ത് ചെയ്തു, നമ്മൾ അവിടേക്കും പോയി. ഗൈസ്, അപ്പോൾ നമ്മളിവിടെ എത്തിയിരിക്കുകയാണ്. ആനയിറങ്ങൽ ഡാം, അതാണ് ഇതിൻ്റെ പേര് കേട്ടോ. നല്ല പൊളി വ്യൂവാ. ഈ ക്യാമറയിലാണെങ്കിൽ ഒന്നും കറക്റ്റായിട്ട് കാണുന്നില്ല. എവിടെയാ? വല്ലാർപട്ടി. ഓക്കെ. ഇവിടെ ഭയങ്കര കാറ്റും ഭയങ്കര രസമായിരുന്നു കേട്ടോ കാണാനായിട്ട്. ഞങ്ങൾ നല്ല ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഞാൻ കുറച്ച് വീഡിയോസ് എടുത്തു. അത് ഞാൻ കുറച്ച് നേരം അവിടെ അങ്ങനെ നിന്ന് നോക്കി. അവിടെ നിന്ന് പോരാൻ തോന്നില്ല, പക്ഷെ അവിടെ അധികം ആൾക്കാരൊന്നും ഉണ്ടായില്ല. അപ്പോൾ നമ്മൾ വേഗം തന്നെ പോന്നു കുറച്ച് നേരം നിന്നിട്ട്. ഗൈസ്, അപ്പോൾ നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവാണ്. എവിടെയായിരുന്നു? പറയ്. ചെകുത്താൻപാറ. ചതുരംഗപ്പാറ. അപ്പൊ അത് അക്ഷയന്റെ ഫ്രണ്ട്സ് ആണ്, അക്ഷയന്റെ സീനിയറൊക്കെയാണത്. അപ്പൊ അവരുടെ വീഡിയോ എടുത്തന്നെ. അപ്പൊ ഒരു പറഞ്ഞു നമ്മള് ഓരോ നാടല്ല, അപ്പൊ ഒരു കാണിക്കാന്നൊക്കെ പറഞ്ഞു. അപ്പൊ നമ്മള് പോവാണ്. എന്താണ് വിൻഡുമില്ല ടൈം ഇച്ചിരി മാറിപ്പോയി. രാവിലെ വന്നു കഴിഞ്ഞാൽ ഇവിടെ അത്യാവശ്യം നല്ലപോലെ. നീ എന്നെ ഒന്നും കാണിക്കില്ല, ഞാൻ നിർത്തിയത് പരിപാടി. എനിക്ക് മടിയാ. അനിയൻ എന്നാ പറയുന്നത്? തന്നെ പിടിക്കാവളെ നല്ല അത്യാവശ്യം നിങ്ങൾ വന്ന ടൈം മാറിപ്പോയി. ഇപ്പൊ നല്ല അത്യാവശ്യം നല്ല ചൂടവിടെ. പക്ഷെ നമ്മളെ ടിവിയിൽ കണ്ട് വാർത്തയിൽ കണ്ട മറ്റേ എസ്റ്റേറ്റിൽ മറ്റേ പോകുന്നത് അത് കാണുന്നെല്ലാം ലൈവ് മറ്റേ തമിഴ്ക്കാരെല്ലാം താമസിക്കുന്നില്ലേ ആ സ്ഥലം. ഇതേ കാണുന്ന മലയിലാണ് ഇത് വന്നത്. മറ്റേ നീലക്കുളി ചെല്ലാൻ പോകത്തില്ലേ, അത് അങ്ങനെ അങ്ങനെ അരികെ വരെ ഉണ്ടായിരുന്നു. അങ്ങനെ ലാസ്റ്റ് ഇറങ്ങുന്നോടം വരെ. ഇവർ പറയുന്നത് അത് തമിഴ്നാടാണോ. കണ്ടോ, നല്ല കാറ്റുണ്ട്, അത്ര തണുപ്പൊന്നുമില്ല. നല്ല വൈബ് സ്ഥലം. നീ വൈഡാണിത്. എന്റെ പാട്ടേന്ന് എടുത്താൻ പറ്റില്ല. നീ ഇറങ്ങിയിട്ട് പുറത്ത് വണ്ടി ഫുള്ള് സീനാണ്. കാറ് കോഡ് ഒരു ഷീറ്റ് ഉണ്ടോ, ആ ഷീറ്റിന്റെ ഒക്കെ താഴെയാണ് നമ്മുടെ പൂപ്പാറ എന്ന് പറയുന്ന സ്ഥലം.
പിന്നെ അത് കഴിഞ്ഞിട്ട് നീലക്കുറിഞ്ഞി ഉണ്ടായ സ്ഥലമാണ് ഈ പള്ളി. ഇത് ആയിരിക്കുന്ന ഒരു പള്ളിയാണ്. ആ പള്ളി അതങ്ങനെ ഓഫ് റോഡാണ്. അതങ്ങനെ പോയി കഴിഞ്ഞാൽ നേരെ സേനാവതി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് മറ്റേ നല്ലപോലെ പോകാൻ പറ്റുന്ന സ്ഥലമാണ്. ചൂണ്ടിൽ പൊങ്ങായിട്ട് ഉപയോഗിക്കുന്നത്. നമ്മൾ കാർ ഇതാണ് അമ്പലം. സംസാരിക്കാൻ വയ്യ, കണ്ടോ തീ പടർന്ന് പിടിച്ചേക്കുന്നത്. ഇത് കണ്ടോ, ഇത് പുൽത്തൈല ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നൊരു പുല്ലാണെന്നാണ് പറഞ്ഞത്. ഇതിൻ്റെ സ്മെല്ലെന്ന് പറഞ്ഞാൽ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയും ഭയങ്കര സ്മെല്ലാണ്. അപ്പോൾ ഞാനിത് പലയിടത്തുനിന്നും ഞാൻ ചെന്നപ്പോൾ എനിക്ക് ഈ സ്മെല്ലിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം ലെമൻ്റെ ആണ്. അപ്പോൾ ഞാനെന്ത് ചെയ്തു, ഇവിടെ കണ്ടപ്പോൾ ഞങ്ങൾ കുറച്ച് എടുത്തു. കാരണം ചിലപ്പോൾ ഞാൻ അവിടെ ചെന്നാൽ വീട്ടിൽ വെച്ചാൽ ഉണ്ടാവുമോ എന്ന് ചോദിച്ചിട്ട് നമ്മളതും എടുത്ത് കാറിലെടുത്ത് വെച്ചിട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് അവർ പോയി. പിന്നെ നമ്മൾ തിരിച്ച് പോകുന്ന വഴിയുണ്ട്. അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മൾ വേറൊരു ഡാമും കൂടി കണ്ടു. അവിടെ ഇറങ്ങി നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. നല്ല രസമുണ്ടായിട്ടോ ഈ ഡാം കാണാനായിട്ട്. അവിടെ അത്ര റഷൊന്നും ഉണ്ടായിട്ടുമില്ല. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ ലാസ്റ്റ് ഡാമും കൂടി കണ്ടു. നമ്മളിനിപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഞാൻ ഇന്നത്തെ വ്ളോഗ് ഇവിടെ എൻഡ് ചെയ്യാണ്. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.